നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം ഈ മണിക്കൂറിൽ വരുന്ന പ്രധാന വാർത്തയിലേക്ക്. ഇന്ത്യ US വ്യാപാര കരാർ പ്രാബല്യത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% പകരത്തീരുവ അമേരിക്ക 18% കുറയ്ക്കുമെന്നും അമേരിക്കയ്ക്കുള്ള തീരുവ ഇന്ത്യ 0% കുറയ്ക്കുമെന്നും ട്രംപ്. തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് പോസ്റ്റ്. വിവരങ്ങളുമായി അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ ഇന്ത്യ US തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ചർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം ഉണ്ടാകുന്നത്. പിന്നീട് ട്രംപിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നു. തുടക്കത്തിൽ ആ ഒരു അറിയിപ്പ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് സ്വാഭാവികമായിട്ടും പതിവ് പോലെയുള്ള ട്രംപിന്റെ അവകാശവാദം മാത്രമാണ് എന്നതാണ്. എന്നാൽ ഇതാ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇപ്പോൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ഇന്നാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം ഉണ്ടായതായി ഇന്ത്യയിലെ US അംബാസിഡർ തന്നെ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ തന്റെ സ്വന്തം സമൂഹ മാധ്യമത്തിലൂടെ ചില വിവരങ്ങൾ പുറത്തുവിട്ടത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ ഒരു ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഇതിലൂടെ പ്രധാനമന്ത്രി കുറച്ച് കാര്യങ്ങളിൽ ഉറപ്പു നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി സമ്മതിച്ചതായാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. പകരം വെനിസ്വേലയിൽ നിന്നായിരിക്കും കൂടുതൽ എണ്ണ ഇനി ഇന്ത്യ വാങ്ങുക. അത്തരമൊരു ഉറപ്പ് ലഭിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. മറ്റൊന്ന് ഇതിലേറെ പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടും ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുകയാണ്. അതായത് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ US ഇന്ത്യ തമ്മിലുള്ള ഒരു വ്യാപാര കരാർ അതിന് തങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയിലൂടെയാണ് ഇപ്പോൾ ഈ കരാറിലേക്ക് എത്തിയത് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതോടുകൂടി 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് 18% കുറയ്ക്കും എന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല US ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള താരിഫുകൾ 0% കുറയുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തുന്നുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങും എന്ന ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം. എന്തായാലും നിലവിൽ ഇതുവരെയും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം അത്തരമൊരു പ്രസ്താവന ഇതുവരെ ഇറക്കിയിട്ടില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ കുറിക്കുന്ന വാചകങ്ങൾ പരിശോധിച്ചാലും അതിലും ഈ US-ഉം ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പരാമർശങ്ങളില്ല. മറിച്ച് ഈ ടാരിഫ് 18% കുറച്ച കാര്യം മാത്രമാണ് പരാമർശിക്കുന്നത്. അതിന് ഡൊണാൾഡ് ട്രംപിനോട് നന്ദി അറിയിക്കുന്നു എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇതിൽ അറിയേണ്ടത് എന്താണ് നിലവിൽ ഇന്ത്യ US വ്യാപാര കരാറിന്റെ തൽസ്ഥിതി എന്താണ്, ആ ചർച്ചകൾ ഏതുവരെ എത്തി എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ കരാർ ഒരു ധാരണയായിരിക്കുന്നു എന്ന തരത്തിലാണ്. നിലവിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അമേരിക്കയിൽ തുടരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനവും അവകാശവാദങ്ങളും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു നിമിഷത്തിൽ വരുന്നത് ഏറെ നിർണായകമായ വിവരങ്ങളാണ്. ഇന്ത്യ US വ്യാപാര കരാർ പ്രാബല്യത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്കറിയാം ഇത്തരത്തിൽ അമേരിക്ക ഇന്ത്യ തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം നടക്കുന്നു. തുടക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റ് വരുന്നു, ഔദ്യോഗികമായ ഒരു അറിയിപ്പുണ്ടാകുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എല്ലാവരും ഒരുപോലെ കരുതിയത് ഇത് വെറും ട്രംപിന്റെ അവകാശവാദം മാത്രമായിരിക്കും എന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഡിയർ ഫ്രണ്ടിനെ നന്ദി അറിയിച്ചുകൊണ്ട് എക്സ് പോസ്റ്റ് അറിയിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് അച്യുതൻ പറഞ്ഞതുപോലെ തന്നെ നിർണായക വിവരമാണ്. ഈ കരാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള നിർണായക വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. രാജ്യസുരക്ഷ സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ രഹസ്യമായി കൈമാറാനുള്ള അവസരമൊരുക്കി UAE. രാജ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംവിധാനം. വ്യക്തിഗത വിവരങ്ങൾ പരാമർശിക്കാതെ സുപ്രധാന വിവരങ്ങൾ രഹസ്യമായി കൈമാറാനാണ് നിർദ്ദേശം. UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് രാജ്യസുരക്ഷയെ മുൻനിർത്തി പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. വിഘടനവാദ പ്രവർത്തനങ്ങൾ, സംശയാസ്പദമായ നീക്കങ്ങൾ, രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയവ രഹസ്യമായി UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കൈമാറാം. രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ അപമാനിക്കൽ, ചാരപ്രവൃത്തി, വിവരങ്ങൾ ചോർത്തുക എന്നിവയും റിപ്പോർട്ട് ചെയ്യാം. പേര് വിവരങ്ങൾ വ്യക്തമാക്കാതെ പൊതുജനങ്ങൾക്ക് ഇവ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനാകും. രാജ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംവിധാനം. ടോൾ ഫ്രീ നമ്പർ, വെബ്സൈറ്റ്, SSD UAE ആപ്ലിക്കേഷൻ, SMS എന്നിവ വഴി വിവരങ്ങൾ കൈമാറാനാകും.
24 മണിക്കൂറും വിവരങ്ങൾ ശേഖരിക്കാൻ സംവിധാനമുണ്ടാകും. ഉടനടി അന്വേഷണവും ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമായി UAE മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. 24 ദുബായ്. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർക്കായി പുതിയ ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും യാത്ര സുഗമമാക്കാനും ലക്ഷ്യമിട്ടാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പുതിയ നടപടി. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ബാഗുകളുമായി എത്തുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിമാനമാർഗം സൗദിയിലെത്തുന്ന ഉംറ തീർത്ഥാടകർ ബാഗേജുകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതവും ചിട്ടയായതുമായ യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിബന്ധനകൾ. 6 തരത്തിലുള്ള ബാഗേജുകൾക്കാണ് മന്ത്രാലയം കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചിട്ടയില്ലാത്ത രീതിയിൽ പാക്ക് ചെയ്ത ബാഗുകൾ, കയറുകൾ ഉപയോഗിച്ച് കെട്ടിപ്പൊതിഞ്ഞ സാധനങ്ങൾ, നീളമുള്ള സ്ട്രാപ്പുകളുള്ള ഹാൻഡ് ബാഗുകൾ എന്നിവ വിമാനത്താവളങ്ങളിൽ അനുവദിക്കില്ല. കൂടാതെ തുണിസഞ്ചികളോ തുണി കൊണ്ട് പൊതിഞ്ഞ ബാഗുകളോ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വിമാന കമ്പനികൾ നിശ്ചയിച്ചിട്ടുള്ള ഭാരപരിധി ലംഘിക്കുന്ന ബാഗുകൾക്കും വിലക്കുണ്ട്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ബാഗേജ് നിയമങ്ങൾ തീർത്ഥാടകർ ഉറപ്പുവരുത്തണം. വിമാനത്താവളങ്ങളിലെ ബാഗേജ് കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനായാണ് ഈ നിയന്ത്രണങ്ങൾ. യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും പുതിയ നിയമങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വിദേശത്ത് നിന്നെത്തിയ ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിലും തീർത്ഥാടകർക്ക് ലഭിക്കുന്ന സേവന നിലവാരത്തിലും റെക്കോർഡ് നേട്ടവുമായി സൗദി അറേബ്യ. 2025-ൽ 1.95 കോടിയിലധികം തീർത്ഥാടകരാണ് എത്തിയത്. തീർത്ഥാടകർക്കായി ഒരുക്കിയ സേവനങ്ങളിൽ 90% പേരും സംതൃപ്തി രേഖപ്പെടുത്തി. സൗദി വിഷൻ 2030ന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ തീർത്ഥാടന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായാണ് വിലയിരുത്തൽ. സൗദിയുടെ ഹജ്ജ് ഉംറ സേവന രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റമാണ് 2025-ൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് 19.5 ദശലക്ഷം തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തി. തീർത്ഥാടകർക്ക് ലഭ്യമായ സേവനങ്ങളിൽ അവർ എത്രത്തോളം തൃപ്തരാണെന്ന് കണ്ടെത്താൻ നടത്തിയ പഠനത്തിൽ 90% പേരും മികച്ച അഭിപ്രായം രേഖപ്പെടുത്തി. ഹജ്ജ് തീർത്ഥാടകരിൽ 91% പേരും ഉംറ തീർത്ഥാടകരിൽ 94% പേരും സേവനങ്ങളിൽ പൂർണ്ണ സംതൃപ്തി അറിയിച്ചു. 60-ലധികം സർക്കാർ സ്വകാര്യ ഏജൻസികൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. സന്നദ്ധ സേവന രംഗത്തും വലിയ പങ്കാളിത്തം കഴിഞ്ഞ വർഷമുണ്ടായി. 1,84,000-ഓളം വോളണ്ടിയർമാർ തീർത്ഥാടകർക്ക് വഴികാട്ടാനും മറ്റു സഹായങ്ങൾക്കും രംഗത്തുണ്ടായിരുന്നു. കേവലം ചടങ്ങുകൾക്കപ്പുറം തീർത്ഥാടകരുടെ ആത്മീയവും സാംസ്കാരികവുമായ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി മക്കയിലും മദീനയിലുമായി 18 ചരിത്ര സ്ഥലങ്ങളുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. സൗദി വിഷൻ 2030ന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ തെളിവാണ് ഈ റെക്കോർഡ് കണക്കുകൾ. 24 ജിദ്ദ. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ 20% വരെ കിഴിവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഫെബ്രുവരി 11 മുതൽ ഡിസംബർ 31 വരെയുള്ള യാത്രകൾക്കായി ഈ മാസം 5 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് ഓഫർ നിരക്കിൽ ലഭിക്കുക. അധിക ബാഗേജിനും ഇളവുണ്ടാകും. UAEയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്ക് 320 ദിർഹം, ഒമാനിൽ നിന്ന് 23 റിയാൽ, ബഹ്റൈനിൽ നിന്ന് 46 ദിനാർ, ഖത്തറിൽ നിന്നാകട്ടെ 378 റിയാലും കുവൈറ്റിൽ നിന്ന് 27 ദിനാറും, സൗദി 286 റിയാൽ. ഓഫറിന്റെ ഭാഗമായി ഗൾഫ് മേഖലയിൽ നിന്ന് കുറഞ്ഞ ഫ്ലൈറ്റ് നിരക്ക് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കില്ല. കൂടാതെ ഒരു തവണ സൗജന്യമായി യാത്രാ തീയതി മാറ്റാനും സാധിക്കും. എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ ക്യാബിൻ ബാഗേജിന് പുറമെ അധിക ചെക്ക് ഇൻ ലഗേജ് ഉണ്ടെങ്കിൽ ആഭ്യന്തര യാത്രകളിൽ 15 കിലോ ചെക്ക് ഇൻ ബാഗേജിന് 1,500 രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ 20 കിലോയ്ക്ക് 2,500 രൂപയും മാത്രം നൽകിയാൽ മതി. എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇന്ത്യയിൽ 45 സ്ഥലങ്ങളിലേക്കും ഗൾഫ് ഉൾപ്പെടെ 17 അന്താരാഷ്ട്ര സ്ഥലങ്ങളിലേക്കുമായി പ്രതിദിനം 500-ലധികം വിമാന സർവീസുകളുണ്ട്. ഹൈദരാബാദിൽ പൂർത്തിയായ വിങ്സ് ഇന്ത്യ ഏവിയേഷൻ ഫെസ്റ്റിവലിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ എക്സ്പ്രസിനെ മികച്ച ആഭ്യന്തര കണക്ടിവിറ്റിയുള്ള വിമാന കമ്പനിയായി തെരഞ്ഞെടുത്തു. സമയനിഷ്ഠ, മികച്ച യാത്രാനുഭവം, കൂടുതൽ കണക്ടിവിറ്റി, മെച്ചപ്പെട്ട സേവനങ്ങൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, നവീകരണം തുടങ്ങിയ മേഖലകളിലെ മികവ് പരിഗണിച്ചായിരുന്നു പുരസ്കാരം. 24 ദുബായ്.
സൗദി അറേബ്യയിലെ ടാക്സി ആപ്പുകളിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നു. ഡ്രൈവർമാരുടെ ഐഡന്റിറ്റി ഉറപ്പുവരുത്തുന്നതിനായി ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ അഥവാ മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി തീരുമാനിച്ചു. ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ടാക്സി മേഖലയിലെ നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി വലിയ പരിഷ്കാരങ്ങൾക്കാണ് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി തുടക്കമിട്ടിരിക്കുന്നത്. റൈഡ് ഹെയിലിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരുടെ മുഖലക്ഷണങ്ങൾ AI വഴി വിശകലനം ചെയ്ത് അവരുടെ ഐഡന്റിറ്റി ഉറപ്പാക്കുന്ന സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. രജിസ്റ്റർ ചെയ്ത യഥാർത്ഥ ഡ്രൈവർ തന്നെയാണോ സർവീസ് നടത്തുന്നത് എന്ന് ഈ പരിശോധനയിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും. ഇതോടൊപ്പം ഡ്രൈവർമാരുടെ യോഗ്യതയും വാഹനത്തിന്റെ വിവരങ്ങളും പരിശോധിക്കാൻ പ്രത്യേക ഇലക്ട്രോണിക് ഡ്രൈവർ രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമും അതോറിറ്റി പുറത്തിറക്കി. കൃത്യമായ രേഖകളില്ലാതെ ആപ്പുകൾ വഴി ടാക്സി സർവീസ് നടത്തുന്നത് തടയാൻ ഈ പോർട്ടൽ സഹായിക്കും. സൗദിയിൽ ടാക്സി ആപ്പുകൾ വഴി ജോലി ചെയ്യുന്നതിനുള്ള അനുമതി നിലവിൽ സൗദി പൗരന്മാർക്ക് മാത്രമാണ്. ഈ നിയമം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യം. മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്താൻ മുമ്പ് തന്നെ ടാക്സി കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിരീക്ഷണവും നിയന്ത്രണവും കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ അതോറിറ്റി തന്നെ നേരിട്ട് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1992 എന്ന നമ്പരിലോ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാം. 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ സാമൂഹിക സേവന രംഗത്തെയും ആരോഗ്യ മേഖലയിലെയും മികച്ച പ്രവർത്തനങ്ങൾക്ക് മലയാളി വിദ്യാർത്ഥി നെവിൻ ജോൺസനെ ആദരിച്ച് കാമ്പൽടൗൺ സിറ്റി കൌൺസിൽ നെവിനെ യങ് സിറ്റിസൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തു. ഓസ്ട്രേലിയ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. പുനലൂർ സ്വദേശിയായ നെവിൻ ജോൺസൺ കുറ്റിയിൽ സിഡ്നിയിലെ കാമ്പൽടൗൺ സിറ്റി കൌൺസിലിന്റെ യങ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടി. പുനലൂരിൽ നിന്നുള്ള മലയാളിയായ നെവിൻ ജോൺസൺ കുറ്റിയിൽ സിഡ്നിയിൽ താമസിക്കുന്നതിനിടെ കാമ്പൽടൗൺ സിറ്റി കൌൺസിലിന്റെ യങ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടി. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ദേശീയ തലത്തിൽ അദ്ദേഹം നടത്തിയ നേതൃത്വ പ്രവർത്തനങ്ങളും സൗത്ത് വെസ്റ്റ് സിഡ്നിയിലെ പ്രധാന ഗവേഷണ പദ്ധതികളിലെ സജീവ പങ്കാളിത്തവുമാണ് ഈ അംഗീകാരത്തിന് അർഹനാക്കിയത്. ആഗോള മലയാളി സമൂഹത്തിനാകെ വലിയൊരു നേട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മലയാളി സമൂഹങ്ങളിൽ ഒന്നായ സൗത്ത് വെസ്റ്റ് സിഡ്നിയിൽ നിന്നും ലഭിച്ച ഈ ബഹുമതി ഓസ്ട്രേലിയൻ സമൂഹത്തിൽ മലയാളികളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തിന്റെയും സ്വാധീനത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. ഈ സന്തോഷ വാർത്തയ്ക്കൊപ്പം ഓസ്ട്രേലിയൻ ദിനാഘോഷങ്ങളും രാജ്യമെങ്ങും വർണ്ണാഭമായി നടന്നു. രാജ്യമെമ്പാടുമുള്ള നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. ആകാശത്ത് വെടിക്കെട്ടും ഡ്രോൺ ഷോയും വർണ്ണക്കാഴ്ചകൾ ഒരുക്കി. സംഗീത പരിപാടികളും സമൂഹത്തിന്റെ വിവിധ തരം പ്രവർത്തനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ആകാശവിസ്മയങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഈ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തെ ഓർക്കാനും ബഹുമാനിക്കാനും ഒരുമിച്ച് ആഘോഷിക്കാനും ഒത്തുചേർന്ന എല്ലാവർക്കും അധികൃതർ നന്ദി രേഖപ്പെടുത്തി. ഒരേ സമയം വ്യക്തിഗതമായ നേട്ടങ്ങളും സാമൂഹിക ആഘോഷങ്ങളും ഒത്തുചേർന്ന ഈ ദിനങ്ങൾ ഓസ്ട്രേലിയയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും മലയാളി സമൂഹത്തിന്റെ വളർച്ചയെയും എടുത്തു കാണിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗതിയിൽ ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തം എത്ര വലുതാണെന്ന് ഈ ആഘോഷങ്ങളും അംഗീകാരങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി സ്മിത നായർ. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ മരിച്ച അംബിക രജിത് ദമ്പതികളുടെ മക്കൾ ശ്രേയസ്, ശ്രാവൺ എന്നിവർക്ക് ധനസഹായമായി 1 ലക്ഷം രൂപ കൈമാറി കടയ്ക്കൽ ഒരുമ പ്രവാസി കൂട്ടായ്മ. ഒരുമയുടെ കാരുണ്യസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായം നൽകിയത്. സംഘടനയുടെ പ്രസിഡന്റ് നൌഷാദ് ചുണ്ട, ട്രഷറർ അക്ബർ ചിങ്ങേലി, എക്സിക്യൂട്ടീവ് അംഗം സജീർ കുമിൾ, കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മുക്കുന്നം ബ്രാഞ്ച് മാനേജർ നവാസ് പള്ളിക്കുന്ന് തുടങ്ങിയവർ കുട്ടികളുടെ വീട്ടിലെത്തി ബാങ്ക് ഡെപ്പോസിറ്റ് രേഖ കൈമാറി. പ്രഥമ അൽ മദീന പ്രീമിയർ ലീഗിൽ ക്ലിക്ക് ഓൺ ലെജൻഡ്സ് ജേതാക്കളായി 10 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ജീവനക്കാർക്കിടയിൽ ഐക്യം ശക്തിപ്പെടുത്താനും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്ന് അൽ മദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള പൊയിൽ പറഞ്ഞു. ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് വേദിയായ പ്രഥമ അൽമദീന പ്രീമിയർ ലീഗിന് ആവേശകരമായ പരിസമാപ്തി. അൽമദീന മാംഗോ ഹൈപ്പർ മാർക്കറ്റുകളുടെ മാതൃകമ്പനിയായ അൽമദീന ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കായികമേളയായ MPL-ൽ 10 ആഭ്യന്തര ടീമുകൾ മാറ്റുരച്ചു. കലാശപ്പോരിൽ ജയിച്ച് ക്ലിക്ക് ഓൺ ലെജൻഡ്സ് കിരീടം നേടി. ടീമുകളുടെ മികച്ച പ്രകടനവും കൂട്ടായ്മയും MPL-ന്റെ വിജയത്തിൽ നിർണായകമായി.
കായിക വിനോദങ്ങൾ എങ്ങനെ ഒരു തൊഴിലിടത്തെ കൂടുതൽ സൗഹാർദ്ദപരവും മികച്ചതുമാക്കുമെന്നതിന് ഉദാഹരണമായിരുന്നു ലീഗ് ടൂർണമെന്റ്. ഇത്തരം പരിപാടികളിലൂടെ കൂട്ടായ്മകൾ രൂപം കൊള്ളേണ്ടതിന്റെയും ഒരുമിച്ചുള്ള വളർച്ചയുടെയും പ്രസക്തിയെക്കുറിച്ച് അൽമദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള പൊയിൽ സംസാരിച്ചു. കായികമേളകൾ മത്സരത്തിനപ്പുറം ജീവനക്കാർക്കിടയിൽ ഐക്യം ശക്തിപ്പെടുത്തുന്നതും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതും തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്നതുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നേതൃനിരയിലുള്ള മാനേജ്മെന്റ് പ്രതിനിധികളും വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ടൂർണമെന്റിന്റെ സജീവ പങ്കാളികളായി. 24 ദുബായ്. ജിദ്ദയിൽ കണ്ണമംഗലം പ്രവാസി കൂട്ടായ്മ മൂന്നാമത് നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അണ്ടർ 17 വിഭാഗത്തിൽ അമിഗോസ് FC ജേതാക്കളായി. IASJFC ആണ് റണ്ണറപ്പ്. 40+ വിഭാഗത്തിൽ ഫ്രൈഡേ FCയെ പരാജയപ്പെടുത്തി അൽമാസ് ജേതാക്കളായി. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ ഡോക്ടർ ഇമ്രാൻ വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. റണ്ണറപ്പായ ടീമുകൾക്ക് ഫാറൂഖ് ചേറൂർ ട്രോഫികൾ സമ്മാനിച്ചു. അണ്ടർ 17 വിഭാഗത്തിൽ മികച്ച കളിക്കാരനായി ഷഹാമും ഗോളിയായി ഹാമിസും തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. പാകിസ്ഥാനെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾക്ക് ICC ആലോചിക്കുന്നുണ്ട്. നടപടി തീരുമാനിക്കാൻ നിർണായക ബോർഡ് യോഗം നാളെയോ മറ്റന്നാളോ ആയി ചേരും. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെ കളി പഠിപ്പിക്കാൻ ICC. മതിയായ കാരണങ്ങളില്ലാതെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് മാത്രം വിട്ടുനിൽക്കുമെന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ കടുത്ത അമർഷത്തിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. മുൻധാരണ പ്രകാരമാണ് പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും ശ്രീലങ്കയിലേക്ക് മാറ്റിയത്. ഇന്ത്യയാണ് മുഖ്യ ആതിഥേയരെങ്കിലും പാകിസ്ഥാൻ സെമിയിലോ ഫൈനലിലോ എത്തുമെങ്കിലും ആ മത്സരങ്ങളും കൊളംബോയിൽ നടത്താമെന്ന ധാരണയുണ്ടാക്കി. ഇത് ലംഘിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ കടുംവെട്ട് തീരുമാനം. പാക് ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് ഇതുവരെ നേരിട്ട് ICCക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല. എന്നാൽ പാക് സർക്കാരിന്റെ എക്സ്പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബോർഡിലെ മറ്റംഗങ്ങളുമായി ഇതിനോടകം ചർച്ച തുടങ്ങിയിരിക്കുകയാണ് ICC. നിർണായക യോഗം നാളെയോ മറ്റന്നാളോ ആയി ചേരും. യോഗത്തിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള തീരുമാനമെടുക്കാൻ ICC ആലോചിക്കുന്നുവെന്നാണ് വിവരം. വിലക്ക് വന്നാൽ ലോക ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും. വൻ സാമ്പത്തിക നഷ്ടവും കാത്തിരിപ്പുണ്ട്. അതേസമയം ICC പ്രോട്ടോകോൾ അനുസരിച്ച് കൊളംബോയിലേക്ക് തിരിക്കുമെന്നും മത്സരം റദ്ദാക്കിയെന്ന മാച്ച് റഫറി പ്രഖ്യാപിക്കും വരെ സ്റ്റേഡിയത്തിൽ തുടരുമെന്ന നിലപാടിലാണ് BCCI. സ്പോർട്സ് ഡെസ്ക് 24. ഗൾഫ് ഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.